വീണ തൈക്കണ്ടിയിൽ എന്ന യുവതിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഒരു നിർണായക ദിവസമാണിന്ന്. അവർ യുവതിയൊന്നുമല്ല, 41 വയസ്സായി. അല്ല, 50 വയസ്സുള്ള ആളുകളെ നമ്മുടെ നാട്ടിൽ യുവാവായ പ്രധാനമന്ത്രി, യുവാവായ ഭാവി പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്നത്. എന്നെ ഈ യുവാവ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ ക്ഷമിച്ചു എന്ന് വരും. പോക്കൃത്തിലാണ്, പിന്നെ പോട്ടെ എന്ന് വിചാരിച്ച് ക്ഷമിച്ചു. എന്തുവാകട്ടെ, അവർ മനസ്സിലാണ്. ഹൈക്കോടതിയിൽ അവർ കേസ് കൊടുക്കുമ്പോൾ ഈ വയസ്സും അച്ഛൻ്റെ പേര് മേൽവിലാസം ഇതൊക്കെ കൊടുക്കണമല്ല. അവിടെ നിന്നാണ് പറയില്ല, അവിടെ എഴുതി കൊടുത്തിരിക്കുന്നത് 41 ആയിക്കോട്ടെ യുവതി. പറ. അല്ല, ഇപ്പോൾ ഇന്ന് SFIO അന്വേഷണത്തെ സംബന്ധിച്ച് കർണാടക ഹൈക്കോടതി വിധി പറയുകയാണ് ഉച്ചകഴിഞ്ഞ് 2:30. പക്ഷേ തൊട്ട് മുമ്പ് മറ്റൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. കാനഡയിൽ, നമുക്കറിയാം കാനഡയിലാണ് ലാവ്ലിൻ അച്ഛൻ്റെ പേരിലുള്ള ഇടപാടുകൾ ഇപ്പോൾ സുപ്രീം കോടതി കിടക്കുന്ന കേസ്. ആ കാനഡയിൽ വീണയ്ക്കൊരു കമ്പനി ഉണ്ടായിരുന്നു. ഈ ഇപ്പോൾ എക്സാലോജിക് എന്നുള്ള കമ്പനി ഡോർമെൻ്റ് ആക്കാനുള്ള അപേക്ഷ കൊടുത്ത അതേ സമയത്ത് തന്നെ കാനഡയിൽ പുതിയൊരു കമ്പനി തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നു. അത് ചെയ്ത് കാണും. ഇത്തരം ആളുകൾ പല സ്ഥലത്ത് പല കമ്പനി തുറക്കുകയും അടയ്ക്കുകയും ഒക്കെ ചെയ്യും. അടയ്ക്കുകയല്ല, ഉറക്കുകയാണ്. ഡോർമെൻ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ ഉറക്കുക. ഡോർമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരാവശ്യം വന്നാൽ തട്ടിയെണീപ്പിക്കാം. നമ്മൾ രാത്രി ഹരിവരാസനം പാടി അയ്യപ്പനെ ഉറക്കുമല്ല, വെളുപ്പിനെ 3 മണിക്ക് എണീപ്പിക്കുമ്പോൾ. ഇതാണ് ഡോർമെൻ്റ് എന്ന് പറയുന്നത്. അത് അവർ ചെയ്തു. അങ്ങനെയൊക്കെയാണ് അവർ പുലിവാലിൽ ചെന്നപ്പെട്ടത്. ഞാൻ ഈ വീണ ഇവിടെ കൊണ്ടുപോയി കർണാടക ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ കൊടുത്തില്ല. അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ആമുഖത്തിൽ തന്നെ ലിസ്റ്റ് ഓഫ് ഡേറ്റ്സ് കൊടുക്കും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ സാധനം തുടങ്ങുന്നത് 2021 ജാനുവരി 29 ഈ കലാപരിപാടി തുടങ്ങുന്നത്. അന്ന് ആരും അറിയില്ല. നമ്മളൊക്കെ ഇതറിയുന്നത് ഈ CMRL കർത്താവിൻ്റെ ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധി വന്നപ്പോഴാണ് ഈ പ്രശ്നം എല്ലാവരും അറിയുന്നത്. അത് 2024 അല്ല, അതെ 24 തന്നെ. അതെ, ജൂണിലോ മറ്റോ. കഴിഞ്ഞ ജൂണിൽ 21 ജാനുവരി മുതൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഇതിൻ്റെ പിന്നാലെയുണ്ട്. ഇത് വീണ തന്നെ അഡ്മിറ്റ് ചെയ്യുന്നു. ഹൈക്കോടതിയിൽ കൊടുത്തതിലെ പ്രധാന ഡേറ്റുകൾ 29/1/2021. പെറ്റീഷണർ റിസീവ്ഡ് എ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂഡ് ബൈ ROC ബാംഗ്ലൂർ ആൻ എൻക്വയറി അണ്ടർ 206(4) ഓഫ് ദ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ടിൻ്റെ 206 വെച്ചിട്ട് വീണയ്ക്ക് നോട്ടീസ് കിട്ടുന്നു. ROC അന്നേ കൊടുത്തു. ROC ബാംഗ്ലൂർ 22 ഫെബ്രുവരി 22 2021 പെറ്റീഷൻ അതിന് മറുപടി കൊടുത്തു. 1/10/2021 ROC വീണ്ടും ലെറ്റർ കൊടുക്കുന്നു. നിങ്ങളിതൊന്നും സാധനത്തിൽ മുഴുവനൊന്നുമില്ല, മുഴുവൻ കൊണ്ടുപോകാം. 27/10/2021 വീണ്ടും ROC ലെറ്റർ ഇഷ്യൂ ചെയ്യുന്നു. മറുപടി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട്. 17/11/2021 പെറ്റീഷന് കുറേ ഡീറ്റെയിൽസ് അങ്ങ് കൊടുക്കുന്നു. 24/6 അതായത് ജൂൺ 2022 ROC ഇഷ്യൂഡ് കമ്മ്യൂണിക്കേഷൻ കോളിംഗ് അപ്പോൺ പെറ്റീഷണർ ടു അപ്പിയർ ഇൻ പേഴ്സൺ. വന്നു കാണത്തില്ല, നേരിൽ വന്ന് ഹാജരായിട്ടുണ്ടാവില്ല എന്ന്. ഇല്ല, ജൂൺ 24 നോട്ടീസ് കൊടുത്തു. ജൂലൈ 6, 2022 പെറ്റീഷണർ ത്രൂ ഇറ്റ്സ് ഡ്യൂലി ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ്. പെറ്റീഷണർ പോകുന്നില്ല, വീണ പോയില്ല, വീണയുടെ റെപ്രസെൻറ്റേറ്റീവിനെ വിട്ടു. ജൂലൈ 22 അതേ മാസം 6 റെപ്രസെൻറ്റേറ്റീവ് പോകുന്നു. 22 ഡയറക്ടർ ഓഫ് ദ പെറ്റീഷണർ മിസ് തൈക്കണ്ടിയിൽ അപ്പിയർഡ് ബിഫോർ ദ ROC. ഹാജരായി അല്ലേ? ഹാജരായി. അതും നമ്മളാരും അറിഞ്ഞില്ല. 2022. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ഓഗസ്റ്റ് 11 2023, അതായത് ഏകദേശം 1 വർഷം അങ്ങനെ തന്നെ കിടക്കുന്നു. ROC issued a show cause notice alleging inter alia related party transaction in light of the fact that KSIDC owns 13.4% shareholding of CMRL
and that KSIDC allegedly acted as per the directions of Honorable Chief Minister of Kerala, who happens to be the father of the director of the petitioner company. എന്നാൽ ഇത് ഓഗസ്റ്റ് 11, 2023 സ്ട്രെയിറ്റ് അവേ ROC പറയുകയാണ്. ഇതിൽ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ട്. കമ്പനി ലോയിൽ റിലേറ്റഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ. ആ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർക്ക് ഇതിൻ്റെ ഉടമസ്ഥനുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ആ ബന്ധം ഡിക്ലെയർ ചെയ്തിട്ട് ആ ഡീലിങ്സും ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ ഇതിലിപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ KSIDCക്ക് 13.4% ഷെയറുണ്ട് എന്ന് വീണ പറഞ്ഞില്ല. അതിവർ കണ്ടുപിടിച്ചു. KSIDC സർക്കാർ സ്ഥാപനമാണെന്ന് കണ്ടുപിടിച്ചു. സർക്കാരിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് കണ്ടുപിടിച്ചു. പിണറായി വിജയൻ്റെ മകളാണ് വീണ തൈക്കണ്ടിയിൽ കണ്ടുപിടിച്ചു. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ കടലാസുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിന് ഷോക്കോസ് ചോദിച്ചു, ഈ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ എന്തൊക്കെയാണ്? KSIDCയുടെ ഡയറക്ടർ ഇതിലെന്തൊക്കെ സംസാരിച്ചിട്ടുണ്ട്? അതിൻ്റെ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് നിങ്ങൾ KSIDCക്ക് വേണ്ടി ഏതെങ്കിലും ഫേവർ ചെയ്തോ? KSIDC നിങ്ങൾക്ക് എന്തെങ്കിലും ഫേവർ ചെയ്തോ? നിങ്ങളുടെ അച്ഛൻ ഇതിലിടപെട്ടിട്ടുണ്ടോ? ഇതാണ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ. 4/9/2023 പെറ്റീഷണർ ഇഷ്യൂഡ് എ റെസ്പോൺസ് ടു ദ സെറ്റ് ഷോക്കോസ് നോട്ടീസ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് കേസിൻ്റെ ഇതിലേ വരുള്ളൂ. പെറ്റീഷണർ മറുപടി കൊടുത്തു. 12/1/2024 അപ്പോഴത്തേക്ക് ഈ സാധനമൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു. ഏത് ഇൻകം ടാക്സ് ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ജഡ്ജ്മെൻറ്റ് പുറത്തു വന്നു കഴിഞ്ഞു. ആ ജഡ്ജ്മെൻറ്റിൻ്റെ പുറത്താണ് വലിയ ബഹളം നടന്നുകൊണ്ടിരുന്നത്. ആ ജഡ്ജ്മെൻറ്റിൽ സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ പലർക്കും അറിയില്ല. ഞാനൊക്കെ ഒരുപാട് വിമർശിക്കപ്പെടുന്നതിനാണ്. ആ ജഡ്ജ്മെൻറ്റിൽ പ്രശ്നം എന്താ? സെറ്റിൽമെൻറ്റ് വേണം. ഇതാണ്. അതായത് ചില സാധനങ്ങൾ എൻ്റെ എക്സ്പെൻസായിട്ട് കൂട്ടണം എന്ന് CMR. അത് കൂട്ടുകയില്ല, അതിനും കൂടെ ടാക്സ് അടയ്ക്കണം എന്ന് ഇൻകം ടാക്സ്. ഈ തർക്കമാണ് സെറ്റിൽമെൻറ്റ് ബോർഡിന് മുമ്പിൽ വരുന്നത്. അപ്പോൾ തർക്ക വിഷയങ്ങൾ എന്തൊക്കെയാണ്? CMRൽ പറഞ്ഞു, ഞാൻ PVRC തുടങ്ങിയ രാഷ്ട്രീയക്കാർക്ക് കാശ് കൊടുത്തു, അതെൻ്റെ എക്സ്പെൻസായിട്ട് കൂട്ടണം. ഇൻകം ടാക്സ് പറഞ്ഞു അത് ഇല്ലീഗൽ പേയ്മെൻറ്റാണ്, അത് എക്സ്പെൻസായിട്ട് കൂട്ടാൻ പറ്റില്ല. ഞാൻ എക്സാലോജിക്കിന് 1.72 crores അവരുടെ സർവീസിന് കൊടുത്തു, അതെൻ്റെ എക്സ്പെൻസായിട്ട് കൂട്ടണം. ഇൻകം ടാക്സ് പറഞ്ഞു മണ്ണാങ്കട്ടയാണ്, അവരൊരു സർവീസ് നിങ്ങൾക്ക് തന്നിട്ടില്ല, അത് വേറെ എന്തോ പേയ്മെൻറ്റാണ്. എന്ത് പേയ്മെൻ്റ് ആണെങ്കിലും ഞങ്ങൾക്ക് വിരോധമില്ല, അതിന് ടാക്സ് അടയ്ക്കണം. മാധ്യമങ്ങൾക്ക് 19 കോടിയോ അങ്ങനെ എന്തോ കൊടുത്തു, അത് എൻ്റെ എക്സ്പെൻസായിട്ട് കൂട്ടണം. ഇൻകം ടാക്സ് പറഞ്ഞു പറ്റില്ല, നിങ്ങളെ പുകഴ്ത്താനും നിങ്ങളെപ്പറ്റി മോശം എഴുതാതിരിക്കാനും കൂടി നിങ്ങൾ കൊടുത്ത കൈക്കൂലിയാണത്. കൈക്കൂലി കൊടുക്കുകയോ ചാകുകയോ എന്തോ ചെയ്യും, അത് എക്സ്പെൻസായിട്ട് കൂട്ടാൻ പറ്റില്ല. ഇതായിരുന്നു 3 വിഷയം. ഇതിലാണ് ഈ ഇൻകം ടാക്സ് ഇൻറ്ററിം സെറ്റിൽ ബോർഡിൻ്റെ ഇഷ്യൂ വരുന്നത്. അവർ പറഞ്ഞു ഇതിനൊക്കെ നിങ്ങൾ ടാക്സ് അടയ്ക്കണം. പിന്നെ ഇതൊക്കെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്റ്റും അതും ഇതുമൊക്കെ വരുത്തുന്ന പരിപാടിയാണ് നിങ്ങളുടെ ഡിക്ലറേഷൻ. പിന്നെ ഞങ്ങളൊന്നും ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 3 മാസം തടവും കൂടെ നിങ്ങൾക്ക് തരാം, അത് ഞങ്ങൾ ഇളവ് ചെയ്യുന്നു. നിങ്ങൾ പെനാൽറ്റി ഒക്കെ ആയിട്ട് 110 കോടി രൂപയോ മറ്റോ അടച്ച് സെറ്റിൽ എടുത്തുകൊണ്ട് പോകും. ഇതാണ് ഇൻകം ടാക്സ് ഇൻറ്ററിം സെറ്റിൽ ബോർഡിൻ്റെ ഇത്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് എക്സ്പെൻസ് ആണോ അല്ലെങ്കിൽ ഇത് മാത്രമേ ആ ഒരു തർക്കം നോക്കിയിട്ടുള്ളൂ. കറപ്ഷനോ സംഗതിയൊന്നുമില്ല. ഈ ഫൈൻ അടച്ചാൽ തീരും, ഫൈൻ അടച്ചാൽ തീരും. ഫൈൻ അടച്ചു, അത് തീരുകയും ചെയ്തു. പക്ഷേ ROC ഈ സാധനം ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധിയുടെ പുറത്ത് തുടങ്ങിയതല്ല, അവർ 2021 തുടങ്ങിയിരുന്നു. അതിന് മുമ്പേ തുടങ്ങിയതാണ്. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂർ അവർക്ക് കിട്ടിയ ഒരു പരാതിയുടെ പുറത്ത് അന്വേഷിച്ചെന്താണെന്ന് വെച്ചാൽ ROC അവരുടെ കമ്മ്യൂണിക്കേഷൻ രജിസ്റ്റേർഡ് ഓഫീസിലേക്ക് അയച്ചു. രജിസ്റ്റേർഡ് ഓഫീസ് എന്ന് പറഞ്ഞാൽ AKG സെൻ്ററാണ്. AKG സെൻ്റർ അത് വാങ്ങിയില്ല. അപ്പോൾ പോസ്റ്റ്മാൻ റിഫ്യൂസ്ഡ് ആൻഡ് റിട്ടേൺഡ് എന്ന് പറഞ്ഞിട്ട് കത്ത് തിരിച്ച് ROCക്ക് തന്നു. ROC ഞെട്ടിപ്പോയി. ROC ഇവരെ വീണ്ടും വിളിപ്പിച്ചു. എക്സാലോജിക്കിൻ്റെ പ്രസൻറ്റ് അഡ്രസ്സിൽ വിളിപ്പിച്ചപ്പോൾ ഇവർ പറഞ്ഞു അത് കൊറോണ വന്നപ്പോൾ വർക്ക് ഫ്രം ഹോമായി. അപ്പോൾ എനിക്ക് രജിസ്റ്റേർഡ് അഡ്രസ്സ് മാറ്റേണ്ടി വന്നു, ഞാൻ ബാംഗ്ലൂരേക്ക് മാറ്റി. സത്യം പറഞ്ഞാൽ
വർക്ക് ഫ്രം ഹോം ആകുമ്പോൾ എല്ലാവരും ഹോമിലേക്കാണ് പോകുന്നത്. അതെ, അല്ലാതെ കമ്പനിയിലേക്ക് ബ്രാഞ്ചിലേക്കല്ലല്ലോ. ബ്രാഞ്ചിലേക്ക് രജിസ്റ്റേർഡ് ഓഫീസ് ഇവിടെയാണെങ്കിൽ ബാംഗ്ലൂരുള്ളത് ബ്രാഞ്ചാണ്. ബ്രാഞ്ചിലേക്കല്ല ആൾക്കാർ പോകുന്നത്. ഹെഡ് ഓഫീസിനുള്ളിലിരുന്ന് അല്ലെങ്കിൽ സ്വന്തം വീട്ടിലിരുന്നാണ് ജോലി ചെയ്യുന്നത്. വർക്ക് ഫ്രം ഹോം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രജിസ്റ്റേർഡ് ഓഫീസ് മാറ്റേണ്ട കാര്യം എന്താ? വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് അവരവരുടെ ലാപ്ടോപ്പുമായിട്ട് വീട്ടിൽ പോയിരുന്ന് ജോലി ചെയ്യും ഇൻ്റർനെറ്റ് വഴി. ഇതാണല്ലോ വർക്ക് ഫ്രം ഹോം. ആർക്കാണ് ഇതറിഞ്ഞുകൂടാത്തത്? ഇതിന് രജിസ്റ്റേർഡ് ഓഫീസ് മാറ്റേണ്ട കാര്യം എന്താ? ടാറ്റ അവരുടെ മാറ്റിയോ, TCS, ടാറ്റ കൺസൾട്ടൻസി, ഇൻഫോസിസ്, അവരുടെയൊക്കെ വലിയ ബിൽഡിങ് ഒരു വർഷത്തോളം ഒഴിഞ്ഞു കിടന്നു. അവരുടെ ആൾക്കാരെല്ലാം കുമ്പളങ്ങി മുതൽ കാശ്മീർ വരെയുള്ള ആൾക്കാർ മുഴുവൻ വീട്ടിലിരുന്ന് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഇതാണ് വർക്ക് ഫ്രം ഹോം. പക്ഷേ വീണയ്ക്ക് ആദ്യമേ വർക്ക് ഫ്രം ഹോം വന്നു കഴിഞ്ഞപ്പോൾ രജിസ്റ്റേർഡ് ഓഫീസ് മാറ്റണമെന്ന് തോന്നി. കാരണം ഇവിടെ തീ പിടിച്ചു. ഇതെന്ത് കുന്തമടി ഇവിടെ കത്ത് വരുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അച്ഛൻ ചൂടായി. അച്ഛൻ ഞാൻ AKG സെൻറ്റർ രജിസ്റ്റേർഡ് ഓഫീസ് പോയി. എൻ്റെ ദൈവമേ, ഇവളിതെല്ലാം കൂടെ കുളമാക്കുമെന്ന് ചോദിച്ചു. ആരോട് ചോദിച്ചാടി AKG സെൻറ്റർ വെച്ചത്? അല്ല, ഞാൻ സേഫായിട്ട് അവിടെ ആകുമ്പോൾ ആരും കയറില്ലെന്നോ. ആ താടിക്കാരനുണ്ടല്ലോ വടക്കിരിക്കുന്നവൻ, അവൻ എവിടെയും കയറും. നിനക്കറിയാമല്ലോ, നീ എന്നോടൊരു വാക്ക് പറയണ്ടേ മോളെ. ഇപ്പം എന്ത് ചെയ്യും? മാറ്റി, അഡ്രസ്സ് മാറ്റ്. അങ്ങനെ മാറ്റി. 1 ലക്ഷം രൂപ പിഴ കിട്ടും ROC. 1 ലക്ഷം അഡ്രസ്സ് അവരെ അറിയിക്കാതെ അഡ്രസ്സ് മാറ്റി. നിങ്ങൾ രജിസ്റ്റേർഡ് ഓഫീസ് ഒരു അഡ്രസ്സ് വെച്ചിട്ട് അത് മാറ്റുമ്പോൾ രജിസ്ട്രാറെ അറിയിക്കണ്ടേ? തോന്നിയ ദിവസം മാറ്റാൻ പറ്റുമോ? 1 ലക്ഷം രൂപ പിഴ. ഇവരതിന് അപ്പീൽ പോയി. നാം 1 ലക്ഷം കൊടുത്ത് തീർക്കേണ്ട കേസ് അപ്പീൽ പോയി. അപ്പീൽ പോയപ്പോൾ അവർ പറഞ്ഞു, ആ ശരി, കൊറോണ അത് ഇതൊക്കെ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് 20,000 രൂപയായിട്ട് കുറച്ചു, ഇളവ് ചെയ്ത് കൊടുത്തു. അങ്ങനെ മര്യാദയ്ക്ക് പൊക്കോണ്ടിരുന്ന എക്സാലോജിക്ക് ആദ്യമായിട്ട് ഒരു കുഴിയിൽ ചാടുന്നത് 20,000 എങ്കിൽ 20,000 ഈ പെനാൽറ്റി വാങ്ങിച്ചിട്ടാണ്. ഇതെല്ലാം ഇതിനകത്ത് വന്നു. ഇത് കഴിഞ്ഞ് 31/1/2024 ഇതൊക്കെ വീണയുടെ ഹർജിയിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് കേട്ടോ. അല്ലെ, ROC അല്ല, വീണ തന്നെ എഴുതി കൊടുത്തിരിക്കുകയാണ്. 31/1/2024, 6/2/2024, 6/2/2024, 8/2/2024. 6/2/2024 സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ, പെറ്റീഷൻ റിസീവ്ഡ് എ നോട്ടീസ് ഡേറ്റഡ് 2/2/24 ഫ്രം വൺ ഓഫ് ദ ഇൻസ്പെക്ടേഴ്സ്, മിസ്റ്റർ പ്രഭു K, അപ്പോയിൻറ്റഡ് അണ്ടർ ദ ഇംപ്യൂൺഡ് ഓണർ ഡയറക്റ്റിംഗ് പ്രൊഡക്ഷൻ ഓഫ് സർട്ടൻ ഡോക്യുമെൻറ്റ്സ്. എന്ന് വെച്ചാൽ SFIO കേസാണ്. SFIO വരുന്നു, അവർ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നു, പെറ്റീഷണർ അതിനൊരു റെസ്പോൺസ് കൊടുക്കുന്നു. 8-ാം തീയതി പെറ്റീഷണർ ഇതുമായിട്ട് ഹൈക്കോടതിയിൽ വരുന്നു. ഹൈക്കോടതിയിൽ പെറ്റീഷണറുടെ വാദം, ഈ ROC ഒരു കമ്മിറ്റിയെ ഉണ്ടാക്കി അന്വേഷിക്കാൻ വെച്ചില്ലേ, അത് സെക്ഷൻ 210 വെച്ചുള്ള അന്വേഷണമാണ്. നേരത്തെ 206 തുടങ്ങിയതാണ്, ഇപ്പോൾ 210 210 നിൽക്കുമ്പോൾ തന്നെ 212 വകുപ്പ് വെച്ചിട്ട് SFIOയ്ക്ക് വിട്ടു. ഇപ്പോൾ 210 അന്വേഷണം നിലവിലിരിക്കുമ്പോൾ ഇത് 212 പാടില്ല എന്നാണ് വീണയുടെ വാദം. ഒരു കുറ്റത്തിന് 2 അന്വേഷണം പാടില്ല. 2 അന്വേഷണം പാടില്ല. Therefore, the impugned owner is bad in law and violative of Article 14. തുല്യതയുടെ വയലേഷൻ എന്താ? ഏതായാലും കിട്ടും. ആൻഡ് 20 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. 20 എന്ന് പറയുന്നത് ഈ കുറ്റത്തിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ശിക്ഷ കൊടുക്കാവുള്ളൂ, അങ്ങനെയൊക്കെയുള്ള വകുപ്പാണ് ഭരണഘടനയുടെ. ശരി, പോട്ടെ. ഇംപ്യൂഗ്ൻഡ് ഓർഡർ ഈസ് ഓൾസോ ആർബിട്രറി, ഡിവോയ്ഡ് ഓഫ് എനി റീസൺ, സഫേഴ്സ് ഫ്രം ഗ്രോസ് നോൺ ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ്. അഡീഷണലി ദ ഇംപ്യൂഗ്ൻഡ് ഓർഡർ ഈസ് വയലേറ്റീവ് ഓഫ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. പക്ഷേ എന്നെ കേട്ടില്ല. അതാണ് നമ്മുടെ ഗോവിന്ദൻ, ബാലനൊക്കെ എപ്പോഴും അവരെ കേട്ടില്ല. എന്തോ അവർ മൈക്ക് വെച്ച് പ്രസംഗിച്ച് നമ്മൾ കേട്ടില്ല എന്നുള്ള മട്ടിൽ. ആൻഡ് എമൗണ്ട്സ് ടു മലീസ് ഇൻ ലോ, ദെയർ ബൈ വയലേറ്റിംഗ് ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 21. 21 എന്ന് വെച്ചാൽ ജീവിക്കാനുള്ള അവകാശം, ഡീസൻ്റായിട്ട് ജീവിക്കാനുള്ള അവകാശം പോലും പെൺകുട്ടി മഹാഭാവികൾ എടുത്ത് കളഞ്ഞിരിക്കുന്നു സാർ. ഒരു പെൺകുട്ടിക്ക് ജോലി ചെയ്ത് ജീവിക്കാനുള്ള അവകാശം ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. ഇതാണ് സംഭവം. അപ്പോൾ SFIO പറഞ്ഞു, കാര്യമൊക്കെ കൊള്ളാം, ഈ ചോദിച്ചതിനൊന്നും ഈ അമ്മച്ചി അല്ല യുവതി ഈ യുവതി മറുപടി പറയുന്നില്ല.
അതുകൊണ്ട് ROC എൻക്വയറി ഉണ്ടായിരുന്നില്ല അണ്ടർ സെക്ഷൻ 210. ഈ സെക്ഷൻ 210 വെച്ച് അന്വേഷിക്കുന്ന ഓഫീസർമാർ ഞങ്ങൾക്കൊരു ഇൻറ്ററിം റിപ്പോർട്ട് തന്നു. ചേട്ടാ, ഇവിടെ വലിയ പ്രശ്നമാണ്, ഇത് ഞങ്ങൾ വിചാരിച്ചാലൊന്നും നടക്കില്ല, ഇത് SFIOയ്ക്ക് വിടണം, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ വിടണം. കാരണം ഇതിനകത്ത് എക്സാലോജിക്ക് മാത്രമല്ല, KSIDC ഇൻവോൾവാണ്, CMRL ഇൻവോൾവാണ്, സർവോപരി മുഖ്യമന്ത്രി ഇൻവോൾവാണ്. ഇത് ഞങ്ങളുടെ കൈക്ക് നിൽക്കില്ല. കാരണം ഞങ്ങൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസാണ്. രജിസ്ട്രാർക്ക് പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അധികാരമില്ല, ഒന്നും ചെയ്യാനുള്ള പവറൊന്നുമില്ല. ഒരു കമ്പനിയുടെ കണക്ക് കൊണ്ടുവന്ന് പറയാം, അതിനകത്ത് പിന്നെ കമ്പനി നിയമം അനുസരിച്ച് 447, 448 ചില പിഴ ശിക്ഷയൊക്കെ ഉണ്ട്. ഇതൊക്കെ ചെയ്യാം, ഇത്തരം മൈനർ കാര്യങ്ങൾ ചെയ്യാവുള്ളൂ. മാത്രമല്ല, ഇൻകം ടാക്സ് അതോറിറ്റീസിൻ്റെ നിന്ന് പേപ്പർ വാങ്ങാനുള്ള അധികാരം പോലും രജിസ്ട്രാർ ഓഫ് കമ്പനീസിനില്ല. അവർ പറഞ്ഞു, ഇൻകം ടാക്സ് ഇൻട്രം സെറ്റിൽ ബോർഡിൻ്റെ മുമ്പിൽ ഇങ്ങനെ ചില മൊഴികളും സംഭവങ്ങളും നടന്നതായിട്ട് ഞങ്ങളും പത്രത്തിൽ വായിച്ചു. പക്ഷേ ഞങ്ങൾക്ക് ഡയറക്റ്റ് ഇൻകം ടാക്സ് അതോറിറ്റിക്ക് എഴുതാൻ പറ്റില്ല. ആ കടലാസുകളെല്ലാം ഞങ്ങൾക്ക് നീ ആരുടെയാണെന്ന് ചോദിക്കും, അവർ കൊടുക്കാൻ പാടില്ല എന്ന്. പക്ഷേ SFIO ചോദിച്ചാൽ തരും. കാരണം SFIO മൾട്ടി ഡിസിപ്ലിനറി ഓർഗനൈസേഷനാണ്. SFIOയെ ഇടപെടുത്തേണ്ടത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സാണ്. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന് കീഴിൽ തന്നെയാണ് രജിസ്ട്രാർ ഓഫ് കമ്പനിയും ഇവരും, ഇൻകം ടാക്സും SFIOയും ഒക്കെ രജിസ്ട്രാർ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ കീഴിലാണ്. പക്ഷേ ഇവർ തമ്മിൽ പേപ്പർ കൈമാറണമെങ്കിൽ അതിന് ചട്ടമുണ്ട്. സർക്കാരിന് കൊടുത്തിട്ട് സർക്കാർ മറ്റൊന്ന് കൊടുക്കും. ഇതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിനൊരു സൂപ്പർവൈസിങ് അതോറിറ്റി ഉണ്ട്, ഒരു ചെറിയ കമ്മിറ്റി. ഈ സൂപ്പർവൈസിങ് അതോറിറ്റിയെ കാണിക്കണം എന്നാണ് ഓവർസൈറ്റ് അതോറിറ്റി. ഓവർസൈറ്റ് അതോറിറ്റിയെ കാണിച്ചു ഈ റിപ്പോർട്ട്. ഓവർസൈറ്റ് അതോറിറ്റിയും പറഞ്ഞു, ദിസ് ഈസ് എ ഫിറ്റ് കേസ് ഫോർ SFIO ഇൻവെസ്റ്റിഗേഷൻ. ഇത് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടെ ഈ രംഗത്ത് വന്നത് എന്ന് SFIO സബ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ സ്റ്റേ ഓർഡർ കൊടുക്കണമെങ്കിൽ എന്താ ഈ സ്റ്റേ ഓർഡർ മാറ്റി വയ്ക്കാൻ കാര്യം? ഒരു സ്റ്റേ ഓർഡർ ഡിസൈഡ് ചെയ്യുമ്പോൾ ലീഗൽ പ്രിൻസിപ്പിൾ 3 കാര്യങ്ങൾ നോക്കണമെന്നാണ്. ഒന്ന്, പ്രൈമാ ഫേസി കേസ്. നമ്പർ 2, ഇറിപ്പയറബിൾ ഡാമേജ്. നമ്പർ 3, ബാലൻസ് ഓഫ് കൺവീനിയൻസ്. ഒന്ന്, പ്രഥമ ദൃഷ്ട്യാ ഇതിലൊരു കേസുണ്ടോ? കേസുണ്ട്. ഉണ്ട്. നമ്പർ 2, ഇറിപ്പയറബിൾ ഡാമേജ്. പരിഹരിക്കാനാവാത്ത ഒരു സ്റ്റേ ഓർഡർ കൊടുത്താൽ ആർക്ക് ഇറിപ്പയറബിൾ ഡാമേജ് ഉണ്ടാകും, പരിഹരിക്കാനാവാത്ത നഷ്ടമുണ്ടാകും. കൊടുത്തില്ലെങ്കിൽ ആർക്കെങ്കിലും ഇറിപ്പയറബിൾ ഡാമേജ് ഉണ്ടാകും. പിന്നെയാണ് ബാലൻസ് ഓഫ് കൺവീനിയൻസ്. ഈ സ്റ്റേ ഓർഡറിലൂടെ ഇൻകൺവീനിയൻസ് ആർക്കാണ്? അസൗകര്യമാണല്ലോ ഒരു സ്റ്റേ ഓർഡർ. അതെ. ആ അസൗകര്യം സംഭവിക്കുന്ന ആരാണ്? അസൗകര്യത്തിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? അപ്പോൾ എനിക്കാണ് ഏറ്റവും കൂടുതൽ ദോഷമുണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ ബാലൻസ് ഓഫ് കൺവീനിയൻസ് എനിക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കും, സുനിലിന് അനുകൂലമായിട്ട് പ്രവർത്തിക്കില്ല. ഈ 3 പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് സ്റ്റേ ഓർഡർ. ഇതിൽ സ്റ്റേ വന്നാൽ SFIOയ്ക്കാണ് ഏറ്റവും കൂടുതൽ ദോഷം ഉണ്ടാവുക. അപ്പോൾ വീണ പറയുന്നത് എനിക്ക് ഇറിപ്പയറബിൾ ഡാമേജ് ഉണ്ടാവും ഇതിൽ സ്റ്റേ ഓർഡർ വന്നില്ലെങ്കിൽ. ബാലൻസ് ഓഫ് കൺവീനിയൻസ് എൻ്റെ ഭാഗത്താണ്, എനിക്കാണ് ദ്രോഹം ഉണ്ടാകുന്നത് മുഴുവൻ. അവർക്ക് കൺവീനിയൻറ്റുമാണ്, എനിക്ക് ഇൻകൺവീനിയൻസുമാണ്. പ്രൈമാ ഫേസി കേസ് ഇല്ല എന്ന് വീണ വാദിക്കുന്നില്ല. പ്രൈമാ ഫേസി കേസ് ഉണ്ട്. കാരണം അവർ തന്നെ 206-ാം വകുപ്പ് മുതൽ 2021 മുതൽ നടക്കുന്ന എൻക്വയറിയിൽ പ്രൈമാ ഫേസി കേസ് ഇല്ല എന്ന് 2024 കോടതിയിൽ പോയി കഴിഞ്ഞാൽ താൻ ഇതുവരെ എവിടെയായിരുന്നു എന്ന് ചോദിക്കും. അതുകൊണ്ട് അതവർ ഉന്നയിച്ചിട്ടില്ല. ഈ 2 കാര്യം ഉന്നയിച്ചു. SFIO പറയുന്നത് എന്ത് ബാലൻസ് ഓഫ് എന്താ അവർക്ക് ഇൻകൺവീനിയൻസ്? അവർ ഈ കോടതിയെ ധരിപ്പിക്കാത്തൊരു കാര്യം ഞങ്ങൾ പറയാം. ഇവർ ഈ വസ്തുതകൾ മുഴുവൻ മറച്ചു വെച്ചിട്ട് ഈ കമ്പനി ഡോർമെൻ്റ് ആക്കി ഡിക്ലറേഷൻ മേടിച്ചു. ഒരു കമ്പനി ഡോർമെൻ്റ് ആക്കണമെങ്കിൽ അഥവാ ഉറങ്ങിക്കിടക്കുക, ഉറക്കമാണ് കമ്പനി, പിന്നെയാണ് നമ്മൾ ഉണർത്തുന്നത്. അപ്പോൾ ഈ ഹരിവരാസനം ചൊല്ലണമെങ്കിൽ ഈ കമ്പനിയുടെ പേരിൽ യാതൊരു അന്വേഷണമോ നടപടിയോ സംഗതിയോ ഒന്നും തന്നെ ഇല്ല എന്ന് സത്യവാങ്മൂലം കൊടുക്കണം. അങ്ങനെ സത്യവാങ്മൂലം കൊടുത്തിട്ട് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിനെ
വ്യാജ സത്യവാങ്മൂലം കൊടുത്ത് പറ്റിച്ചാണ് ഇവർ ഡോർമെൻ്റ് വാങ്ങിച്ച് ഇവർ ഉറങ്ങിക്കിടക്കുന്നത്. ഉറങ്ങിക്കിടക്കുന്നതിന് ഇത് ഡിസ്റ്റർബൻസ്. ഉറങ്ങിപ്പോയ ഒരു കമ്പനിക്ക് വേറെ ഇൻകൺവീനിയൻസ് ഒന്നും ഉണ്ടാകുന്നില്ലല്ലോ. ഇപ്പോൾ അന്വേഷിക്കാൻ നേരത്ത് നിങ്ങളുടെ ഓപ്പറേഷൻ നടത്തിപ്പിൽ ഓപ്പറേഷനേ ഇല്ല, നിങ്ങൾക്കൊരു കുഴപ്പമില്ല. MD അവിടെ പോകാറുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, പൂട്ടിക്കിടക്കുകയല്ലേ. അതെ, പിന്നെന്താ? അപ്പോൾ അപ്പോഴാണ് ഈ ബോംബ് വെച്ച പോലെ കോടതിയും ഞെട്ടിപ്പോയിടാം. എന്നിട്ട് ഇവർ തുടക്കം മുതൽ പറയുന്നുണ്ട്, പെറ്റീഷണർ ഹാസ് നോട്ട് കം ടു ദിസ് കോർട്ട് വിത്ത് ക്ലീൻ ഹാൻഡ്സ്. ഈ കോടതിയിൽ നമ്മൾ പോകുമ്പോഴേ നമ്മുടെ കൈകൾ ശുദ്ധമായിരിക്കണം. നമ്മൾ കയ്യിൽ ഗ്രീസൊക്കെ പുരട്ടി അത് മറച്ചു വെച്ചിട്ട് കോടതി ചെന്ന് കൈ തുറന്നേ എന്ന് പറയുമ്പോൾ ഈ ഗ്രീസ് പുറത്ത് കാണും. ഇത് വീണാ വിജയൻ ചെയ്തു. ഇത് ഡോർമെൻ്റ് ആണെന്നുള്ളത് മറച്ചു വെച്ചു ഹൈക്കോടതി. ഇവർ പറഞ്ഞു ഡോർമെൻ്റ് ആയതുകൊണ്ട് ഈ പറഞ്ഞ ഒരു ഇറിപ്പയറബിൾ ലോസും ഇല്ല, ഒരു ഇൻകൺവീനിയൻസും ഇല്ല, സുഖമായിട്ട് ഇവർക്ക് കിടന്നുറങ്ങാം. ഞങ്ങൾ ഇവർക്കെതിരെ ഒരു പ്രോസിക്യൂഷനും ഇനിഷ്യേറ്റ് ചെയ്തിട്ടില്ല, ഞങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. പിന്നെ നാച്ചുറൽ ജസ്റ്റിസ്, ഒരു കമ്പനിയെപ്പറ്റി ഞങ്ങൾ അന്വേഷിക്കുന്നു എന്നുള്ളത് കമ്പനിയുടെ പെർമിഷൻ വാങ്ങേണ്ട കാര്യമൊന്നും എനിക്കില്ല. അന്വേഷിക്കാൻ പോവുകയാണ് കേട്ടോ, അന്വേഷിച്ചോട്ടെ എന്ന് ചോദിക്കുന്ന പരിപാടിയില്ല. ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ പോലീസ് അന്വേഷിക്കാനായിട്ട് ഈ ചത്ത ആളുടെ വീട്ടുകാരുടെ അനുവാദം വേണം. അവർ പറയാണ് എൻ്റെ ഭർത്താവിൻ്റെ കൊലപാതകം നിങ്ങൾ അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞാൽ പോലീസ് അന്വേഷിക്കാതിരിക്കുക. അപ്പോൾ അന്വേഷണം നടത്താനായിട്ട് ആരുടെയോ അവസരം വേണ്ട. പോലീസ് നമ്മളുടെ പേരിൽ FIR ഇടുന്നു, നമ്മളെ അറിയിക്കാറുണ്ടോ? ഇല്ല, അറിയിക്കണമെന്നുമില്ല. ഇപ്പോൾ FIR വെബ്സൈറ്റിൽ ഇടണമെന്നുണ്ട്. ചിലതൊക്കെ പോലീസ് ഇടും, ചിലത് ഇടുകയുമില്ല. ആരും അത് നോക്കാറില്ല. നമ്മളേതെങ്കിലും വക്കീലിനെ പോയി കണ്ട്, രാഷ്ട്രീയക്കാരനാണ്, സാധാരണ ആശ്രയം രാഷ്ട്രീയക്കാരനാണ്, ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ CIയെ വിളിച്ചിട്ട് ഇങ്ങനൊരു FIR ഉണ്ടോ? ഉണ്ട്, അവൻ തല്ലിപ്പൊളിയാണെന്ന്. ഇപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കാര്യം അറിയുന്നത്. അല്ലാതെ നിയമത്തിൽ നമ്മളെ അറിയിക്കാൻ ഒരു വ്യവസ്ഥയുമില്ല. കാരണം FIR നിങ്ങളെപ്പറ്റി ഒരു അന്വേഷണം നടക്കുന്നു എന്നുള്ള വിവരം മാത്രമാണ്. അത് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതോ അറിയിക്കേണ്ടതോ ആയ ഒരു കാര്യവുമില്ല. അതിനാൽ ഈ അൺക്ലീൻ ഹാൻഡ്സ് വന്ന് നുണ പറഞ്ഞ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് സ്റ്റേ ഓർഡർ വാങ്ങാനാണ് ഇവർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇൻ ലിമിനി ഡിസ്മിസ് ചെയ്യുക എന്ന് പറയുമല്ലോ, വലിയ വർത്താനം പറയേണ്ട, എടുത്തുകൊണ്ട് പോടാ എന്ന് പറഞ്ഞുള്ള ഡിസ്മിസൽ, അതാണ് ഇൻ ലിമിനി ഡിസ്മിസൽ. നിങ്ങളുടെ ഒരു പോയിൻറ്റും ലീഗലി സ്റ്റാൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഡിസ്മിസ് ചെയ്യണമെന്ന് SFIO പറഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ ഇടക്കാല വിധിയാണ് ഇന്നിപ്പോൾ വരാൻ പോകുന്നത്. ഇവിടെ എനിക്കൊരു സംശയമുണ്ട്. സാധാരണ ഹൈക്കോർട്ടിലൊക്കെ കേസ് നടപടിക്രമങ്ങൾ കണ്ടിട്ടുണ്ട്. ഇൻ്ററിം ഓർഡറൊക്കെ ഒരു 3-4 വരിയൊക്കെ ഉണ്ടാവുള്ളൂ സാധാരണഗതിയിൽ. അത് അന്ന് തന്നെ പറയാറുണ്ട്. പിന്നെ ഈ കേസിൽ മാത്രം എന്താണ് ഇത്രയും ദിവസം മാറ്റിവെച്ചത്? മാറ്റിവെക്കാൻ കാര്യം എന്ന് വെച്ചാൽ 15 ലാസ്റ്റ് ഡേറ്റ് SFIO വീണയ്ക്ക് കൊടുത്തത്. ലാസ്റ്റ് നോട്ടീസ് അനുസരിച്ച് 15-ാം തീയതിക്കുള്ളിൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുക്കണം എന്നാണ്. അത് വീണ കൊടുത്തിട്ടില്ല. ഇത് കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും വീണ അത് കൊടുത്തിട്ടില്ല. കോടതി കൊടുക്കാൻ പറഞ്ഞു. കോടതി പറഞ്ഞു, ആ കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ കൊടുക്ക്, നിങ്ങളവരെ അറസ്റ്റ് ചെയ്യുന്നു വേണ്ട കേട്ടോ. അപ്പോൾ സാധനം കൊടുത്തോ ഇല്ലയോ എന്നും കൂടെ നോക്കിയിട്ട് ഇൻ്ററിം ഓർഡർ പറയാമെന്ന് വെച്ചു. അപ്പോൾ ഇത് കൊടുക്കുമായിരിക്കുമല്ലോ. ഏതായാലും ഒരു കാര്യം, അന്വേഷണം കോടതി തടയാൻ പോകുന്നില്ല. ഒരന്വേഷണവും ഒരു കോടതിക്കും തടയാൻ സാധ്യമല്ല. ആകെ കോടതിക്ക് ചെയ്യാവുന്നത് തൽക്കാലം അവരെ അറസ്റ്റ് ചെയ്യരുതെന്നോ വല്ലതും പറയാം. അതേസമയം SFIO പറയുകയാണ്, SFIO ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവർ പറയുന്ന പോലെ 1.76 crores ഒന്നും അല്ല ഇതിനകത്ത് പ്രശ്നം. മൊത്തം 135 കോടി രൂപയുടെ ഗഡബഡ് നടന്നിരിക്കുന്നു എന്ന് ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽ ബോർഡിൻ്റെ ഇതിൽ തന്നെയുണ്ട്. ഈ PV, RC, KK, IK ഒക്കെ ചേർത്ത് മാധ്യമങ്ങൾക്ക് കൊടുത്തത് മണ്ടാരം എല്ലാം ചേർത്തിട്ട് 135 കോടി അതിൽ തന്നെയുണ്ട്. ഇനി KSIDC എന്തൊക്കെ കൃത്രിമം നടന്നിട്ടുണ്ട് എന്ന് അവിടെ അന്വേഷിച്ചാലേ അറിയാവുള്ളൂ. ഇതുകൂടാതെ മുഖ്യമന്ത്രിയുടെ പങ്ക് അന്വേഷിക്കാനുണ്ട്, CMRLൻ്റെ പങ്ക് അന്വേഷിക്കാനുണ്ട്, CMRL ഇത് കൂടാതെ വേറെ എന്തെങ്കിലും സപ്രസ് ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനുണ്ട്. രജിസ്റ്റേർഡ് ഓഫീസ് ഇപ്പോൾ ഇവരുടെ ബാംഗ്ലൂരാണ്, ഈ ബാക്കി സാധനങ്ങളൊക്കെ കേരളത്തിലാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് SFIOക്ക് ഇത് അന്വേഷിക്കാൻ പറ്റുള്ളൂ. കാരണം KSIDC തിരുവനന്തപുരം ROCയുടെ കീഴിലാണ്, CMRL എറണാകുളം ROCയുടെ കീഴിലാണ്, എക്സാലോജിക്ക് ബാംഗ്ലൂർ ROCയുടെ കീഴിലാണ്. ഇവർക്ക് ഈ ഒരു ROCക്ക് മറ്റേ ROCയിൽ പോയിട്ട് അന്വേഷിക്കാനൊന്നും പറ്റില്ല, അല്ലെങ്കിൽ അയാളുടെ പെർമിഷൻ എടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഗുലുമാലുകളുണ്ട്. SFIO
അഖിലേന്ത്യാ തലത്തിലുള്ള ഏജൻസിയാണ്, മൾട്ടി ഡിസിപ്ലിനറി ഏജൻസിയാണ്. അതുകൊണ്ടാണ് അവരെ നിയോഗിച്ചിരിക്കുന്നത്. നാളെ ഒരു സമൻസ് ഇതിൻ്റെ പേരിൽ പിണറായി വിജയന് കൊടുത്താൽ നമുക്ക് അതിശയിക്കാൻ പറ്റില്ല. പിണറായി വിജയൻ്റെ വീട്ടിലും SFIക്ക് വേണമെങ്കിൽ റെയ്ഡ് ചെയ്യാം. അവിടം വരെയൊക്കെ അവർ പോകുമോ ഇല്ല എന്നുള്ളത് AKG സെൻറ്ററിലും ആകാം. AKG സെൻറ്ററിലും ആകാം. പഴയ രജിസ്റ്റേർഡ് ഓഫീസാണല്ലോ, ധൃതി പിടിച്ച് മാറ്റിയതാണല്ലോ. ഡൂബിയസ് വേയിൽ മാറ്റിയിട്ട് അതിന് 1 ലക്ഷവും പിന്നെ 20,000 ആക്കി കുറച്ചു പിഴ. 20,000 എങ്കിൽ 20,000 രൂപ പിഴയടച്ചതാണ്. അവിടെ ആയിരുന്നു ആപ്പീസ്. ഇനി അവിടെ എന്തൊക്കെ കടലാസുണ്ട് ആർക്കറിയാം. പക്ഷെ എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ നിരപരാധിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പിണറായി അറിഞ്ഞുകൊണ്ട് AKG സെൻറ്ററിലെ അഡ്രസ്സ് വെക്കാൻ സമ്മതിക്കുമോ? അല്ല, പിണറായി ഈ ഹമാസ് പോലെയാണ്. പിണറായി എന്ത് ചെയ്താലും അദ്ദേഹം നിരപരാധിയാണ്. അറിയാമല്ലേ? വാടിക്കൽ രാമകൃഷ്ണൻ കൊലക്കേസിലും പിണറായി നിരപരാധിയാണ്. ലാവ്ലിൻ കേസിലും പിണറായി നിരപരാധിയാണ്. അതെ, അതെങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിനുള്ള ഇമ്മ്യൂണിറ്റി എന്ന് പറയും. അദ്ദേഹം കുറ്റക്കാരനാവില്ല. അല്ല, ഒരു കുറ്റം ചെയ്താലും കുറ്റക്കാരനാവില്ല. അതെ, പക്ഷേ ഒരു കോമൺ സെൻസ് ഉണ്ടല്ലോ. ഇത്രയും ഇങ്ങനൊരു കമ്പനിയൊക്കെ AKG സെൻറ്റർ പാർട്ടി ആസ്ഥാനത്തിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യാൻ തലയ്ക്ക് ഓളമുള്ള അകത്ത് ഇല്ലാത്ത ആരെങ്കിലും സമ്മതിക്കുമോ? ഇത് സുനിലിന് ഈ ഹ്യൂബ്രിസ് എന്ന വാക്ക് അറിയാനിട്ടാണ്. ഇംഗ്ലീഷിൽ ഹ്യൂബ്രിസ് എന്ന് പറയുന്നത്. അതായത് ധാർഷ്ട്യം എന്ന് നമുക്ക് അപ്രോക്സിമേറ്റ്ലി, ധാർഷ്ട്യത്തെക്കാൾ വലുതാണ് ഹ്യൂബ്രിസ്. ഞാനൊരു കുറ്റം ചെയ്യുകയും അതങ്ങ് തുടരുകയും ഇപ്പം കൂടെ എന്നെ ആരുടെ പിടിക്കാൻ പോളാ, അപ്പോൾ ഇപ്പം തെളിവ് അവശേഷിക്കും. ഇതൊന്നും എനിക്ക് ഈ പേടിച്ച് കുറ്റം ചെയ്യുന്നവനാണ് ഇത് മായച്ചുകളാണ്, ഈ വിരലടയാളം മായച്ചുകളാണ് എന്നൊക്കെ പറഞ്ഞു. ഇതില്ലാത്തവനുണ്ടല്ലോ, എന്നെ ആരും പിടിക്കാൻ പോകുന്നില്ല, എന്നെ ആരും ഒരു ചുക്കം ചെയ്യില്ല. അതൊക്കെ P. ചിദംബരം, A. രാജ ഹ്യൂബ്രിസാണ് കാണിച്ചത്. സകല തെളിവ് അവശേഷിപ്പിച്ചു. എല്ലാ ആഫീസിൽ തന്നെയുണ്ട്. ഹാജരാക്കാൻ പറഞ്ഞപ്പോൾ കൊണ്ടുപോയി ഹാജരാക്കണം. എന്നെ ആരും ഞൊട്ടാനില്ല എന്നുള്ള മട്ടിൽ ഹാജരാക്കി പിടിച്ചു. ഇതാണ് ഹ്യൂബ്രിസ്. ഇതുള്ള ആളാണ് പിണറായി വിജയൻ. പക്ഷേ അവരുടെ പ്രിൻസിപ്പിൾ ഇതാണ്: പിണറായി കുറ്റം ചെയ്യില്ല. അഥവാ പിണറായി കുറ്റം ചെയ്താൽ അതാണ് ശരി, നിങ്ങളാണ് കുറ്റക്കാരൻ. ഇതാണല്ലോ നമ്മുടെ M. സ്വരാജ് പറഞ്ഞത് ഹമാസിൻ്റെ കാര്യം. അപ്പോൾ കുറ്റം ചെയ്യാൻ തെറ്റാവരം കിട്ടിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അതിലൊന്നാണ് പിണറായി വിജയൻ. ഏതായാലും ഇതുവരെ പുറത്തു വരാത്തതും മലയാളത്തിലെ ഒരു മാധ്യമവും കൊണ്ടുവരാത്ത വാർത്തകളും വിശേഷങ്ങളുമാണ് ഇപ്പോൾ TG നമ്മുടെ ചാനലിലൂടെ പറഞ്ഞിരിക്കുന്നത്. വളരെ സ്തോഭജനകമായ വെളിപ്പെടുത്തലുകളാണ്. കാരണം 2000 അവർക്ക് താല്പര്യമില്ല എന്നിട്ടാണ്. ഞാൻ പേരെടുത്ത് പറയാം. മാതൃഭൂമിയുടെ ബാലഗോപാൽ, ഡോക്ടർ ബാലഗോപാൽ സുപ്രീം കോടതി ലേഖകൻ, ഹൈക്കോടതി ലേഖകൻ ബിനിൽ സോമസുന്ദരം, ഇവരൊക്കെ ഈ ഞാൻ ചെയ്തതുപോലെ കോടതിയിൽ നിന്ന് രേഖയെടുത്ത് റിപ്പോർട്ട് തയ്യാറാക്കുന്നവരാണ്. പക്ഷേ ഇവർ പറയുന്നതിനും ഈ രേഖയ്ക്കുമൊക്കെ ഭയങ്കരമായിട്ട് കട്ട് ചെയ്യും. എന്നിട്ട് അതിനകത്ത് ആ സെൻസേഷണൽ ഭാഗം മാത്രം കൊടുക്കും. ഈ രണ്ടുപേരും സെൻസേഷൻ പറയുന്ന കൂട്ടത്തിലല്ല. അതുകൊണ്ട് സെൻസേഷൻ ഡെസ്കിൽ നിന്ന് ചേർക്കും. ഇതാണ് സംഭവിക്കുന്നത്. ഞാൻ ഇത് സൂക്ഷ്മമായിട്ട്, പ്രത്യേകിച്ച് കോടതി കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട്, അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് പേരെടുത്ത് പറയുന്നത്. അവരത് ചെയ്യാറുണ്ട്. പക്ഷേ അവരുടെ ഡെസ്കിൽ നിന്ന് അതിന് അനുമതി കിട്ടില്ല. അവരെന്ത് ചെയ്യും? അവർക്ക് റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ പറ്റും. ആ റിപ്പോർട്ട് അവരുടെ സംഭാഷണം തന്നെ നിർത്തി വെച്ചിട്ട് ശരി തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് ഇയാളുടെ ഗുണ്ടം കടിക്കും. ഏതായാലും മലയാളത്തിൽ ആദ്യമായി ഈ യഥാർത്ഥത്തിൽ വീണയും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടും SFIO അന്വേഷണം വരെ എത്തിയതിൻ്റെ നാൾ വഴിയും നമ്മളാദ്യമായി പുറത്തു കൊണ്ടുവരികയാണ്. TG അതിനകത്തൊരു വലിയ പങ്കാണ് വഹിച്ചിരിക്കുന്നത്, സത്യം പുറത്തു കൊണ്ടുവരാൻ. അപ്പോൾ ഇതോടൊപ്പം തന്നെ വലിയൊരു നുണക്കഥ പൊളിഞ്ഞു വീഴുകയാണ്. ഗോവിന്ദനും ബാലനും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ട് കേന്ദ്ര സർക്കാരിന് വേണ്ടി ED മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും ഇടതുപക്ഷ സർക്കാരിനെയും വേട്ടയാടുകയാണ് എന്നുള്ള വാദം. 2020 അതെ 2020 തുടങ്ങിയതാണ്. 2020 വേട്ട ആടാൻ തുടങ്ങി. അതെ അതും പൊളിഞ്ഞു വീഴുന്നു. ഏതായാലും ഇനി നമുക്ക് കാത്തിരിക്കേണ്ടത് ആട്ടം നമുക്ക് ഈ ഇതുണ്ടല്ലോ, സർപ്പം തുള്ളലുണ്ടല്ലോ, അപ്പം അതൊക്കെ ആട്ടമാണ് ഇങ്ങനെ ആദ്യം തുടങ്ങുന്നത്. അത് കഴിഞ്ഞാൽ പാതിരാത്രിയൊക്കെ കഴിയുമ്പോഴാണ് മുടി കഴിച്ച് തുള്ളുന്നത്. എന്താണ് ഇവർക്ക്. ഏതായാലും ഇന്ന് ഉച്ച കഴിഞ്ഞ് കർണാടക ഹൈക്കോടതിയുടെ വിധി വരികയാണ്. അത് എന്താവും നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.